ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആലോവേര ജെൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ്. ഇതിൽ വിറ്റാമിൻ സിയും ഇയും അതുപോലെ തന്നെ തുളസി ഇലയുടെ ഗുണങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴയുടെ 2 ഇലകളാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കണേ. അപ്പോൾ അതിനകത്തുള്ള ഈ യെല്ലോ ലാറ്റക്സ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ഇതുപോലെ 2 ഇലകളിൽ നിവർത്തി ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. ആ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ യെല്ലോ ലാറ്റക്സ് പോകുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ യെല്ലോ ലാറ്റക്സ് സ്കിന്നിൽ ഒരു തരം ഇറിറ്റേഷൻ ഉണ്ടാക്കും. അത് കാരണം ഈ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ വിറ്റാമിൻ ഇൻ്റെ 2 ക്യാപ്സ്യൂൾസ് ആണ്. അപ്പോൾ ഒരു ക്യാപ്സ്യൂള് 400 mg ആണ് അതിൻ്റെ കൺസെൻട്രേഷൻ വരുന്നത്. അപ്പോൾ അതുപോലത്തെ 2 ഞാൻ എടുക്കണേ. അതുപോലെ വിറ്റാമിൻ സി ടാബ്ലറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒരെണ്ണം 500 mg ആണ് കൺസെൻട്രേഷൻ വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തുളസീൻ്റെ ഇലകളാണ്. അപ്പോൾ ഇതിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ള കാരണമാണ് എടുക്കണേ. അതുപോലെ ഗ്ലിസറിൻ ഒരു 2 ml യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫിൽറ്ററിങ് പർപ്പസിന് വേണ്ടി മസ്ലിൻ ക്ലോത്തും അതുപോലെ ചൈന ഗ്രാസ് 2 തൊട്ട് 2.5 ഗ്രാം വരെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആലോവേരയുടെ ചെടി ഇതിൻ്റെ ലാറ്റക്സ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് നല്ലോണം വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് ഇതിൻ്റെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേളിലുള്ള ഡേർട്ടും വേറെ എന്തെങ്കിലും പാർട്ടിക്കിൾസൊക്കെ സ്റ്റിക്കായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും. ഇനി നമുക്കൊരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ നൈഫ് വെച്ചിട്ട് തന്നെ ഈ ആലോവേര നടുവേ നിന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഈ അകത്തുള്ള പൾപ്പ് മാത്രം നമ്മൾ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അതിൻ്റെ ആ ജെല്ല് ഭാഗം മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കളയാണ്. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് സ്ക്രേപ്പ് ചെയ്യുക. പച്ച പാർട്ടൊന്നും എടുക്കരുത്, ആ ജെല്ല് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ജെല്ല് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മസ്ലിൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കണ്ടൻസൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നനഞ്ഞ് ഈ മസ്ലിൻ ക്ലോത്താണ് എടുക്കേണ്ടത്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി കണ്ടിട്ട് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഈ ആലോവേര ജെല്ലുള്ള വഴുവഴുപ്പും അതുപോലെ അതിൻ്റെ എക്സ്ട്രാ ഫൈബേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാം. നല്ല ക്ലിയർ ജെൽ നമുക്ക് കിട്ടും. ഈ ഫിൽറ്റർ ചെയ്ത കണ്ടൻറ്റ് നമുക്ക് ഇനി ഇതൊരു ചീൻചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇത് സ്റ്റവ് കത്തിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. ആദ്യം ലോ ഫ്ലെയിമിൽ, പിന്നെ മീഡിയം, പിന്നെ ഹൈ ഫ്ലെയിം, ഈ ഒരു റേഞ്ചിൽ വേണം പോകാൻ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതിലുള്ള ഫ്രോത്ത് നിങ്ങൾക്ക് കാണാം. ഈ ഫ്രോത്ത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ ആ ഫ്രോത്ത് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അലോവേര ജെല്ലിന് ഇത്തിരി വഴുവഴുപ്പ് ഉണ്ടാകുന്നത്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രോത്ത് നല്ലോണം റിമൂവ് ചെയ്യണം. ഇപ്പം നല്ല ക്ലിയർ ജെൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് റിഫ്രിജറേറ്റ് ചെയ്യാൻ പോവാണ്, ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി. അടുത്തായിട്ട് ഈ തണുപ്പിച്ച അലോവേര ജെൽ ജ്യൂസിനകത്ത് ഞാൻ ഏകദേശം 2 ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ 2 ടാബ്ലറ്റ് വിറ്റാമിൻ സി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വിറ്റാമിൻ സി ആസ് എ പ്രിസർവേറ്റീവ് ആണ് ഇതിനകത്ത് ചേർക്കണേ. ഇതിനൊരു ഓറഞ്ച് ഫ്ലേവർ ഉള്ള കാരണമാണ് ഇപ്പോൾ ഇതിനൊരു ഓറഞ്ച് കളർ വന്നേക്കുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ സിന് ധാരാളമായ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും അതുപോലെ ഫേസിൽ കൊളാജൻ ഫോം ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് ഞാൻ വിറ്റാമിൻ ഇ ആണ് ചേർക്കുന്നത്. വിറ്റാമിൻ ഇൻ്റെ 2 ക്യാപ്സ്യൂളാണ്. അപ്പോൾ ക്യാപ്സ്യൂളിനകത്തുള്ള കണ്ടൻറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ഫാറ്റ് സോൾവബിൾ ആയത് കാരണം ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവത്തില്ല. പിന്നെ ഇതൊരു പ്രിസർവേറ്റീവ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പം ഈ വിറ്റാമിൻ ഇ അലർജി ഉള്ള ആൾക്കാർ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിനകത്തും ധാരാളമായ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി അടുത്തായിട്ട് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ ഇതുപോലെ ഒരു 1/2 കപ്പോളം തുളസി ഇല എടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. തുളസിക്കും ധാരാളമായി ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ പിമ്പിൾസും അതുപോലെ ആക്നെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ തുളസി ഫേസിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ കോസ്മെറ്റിക്സ് ഉണ്ടാക്കുമ്പോൾ
നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം വേണം എടുക്കാൻ, അല്ലാണ്ട് ഡയറക്റ്റ് ടാപ്പ് വാട്ടർ എടുക്കരുത്. എന്നിട്ട് ഈ കണ്ടൻറ്റ്, ഈ തുളസീൻ്റെ എല്ലാ എക്സ്ട്രാക്റ്റും ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ചൈന ഗ്രാസ് നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വയ്ക്കാം. നിങ്ങൾക്ക് ചൈന ഗ്രാസ് കിട്ടുന്നില്ലെങ്കിൽ അഗാർ അല്ലെങ്കിൽ ജെലാറ്റിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ജെലാറ്റിൻ ഒരു നോൺ വെജ് പ്രൊഡക്റ്റാണ്, പിന്നെ അതിനൊരു ഭയങ്കര മണമുള്ള കാരണം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ ചൈന ഗ്രാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു തുളസീൻ്റെ എക്സ്ട്രാക്റ്റിൽ ഞാൻ ഏകദേശം 2 തൊട്ട് 2.5 ഗ്രാം വരെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചൈന ഗ്രാസ് എപ്പോഴും തണുത്ത വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ, അല്ലാണ്ട് ഡയറക്റ്റ് ഹോട്ട് വാട്ടറിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ചട്ടിയെ പിടിക്കാൻ അതുപോലെ പ്രോപ്പറായിട്ട് ഡിസോൾവ് ആവില്ല. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആകുമ്പോഴത്തേക്കും ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ആലോവേര ജ്യൂസ് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തൊട്ട് 2 ml ഗ്ലിസറിൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്കിന്നിനെ മോയ്സ്റ്റ് ആക്കി ഇരിക്കാനും അതുപോലെ തന്നെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പം ഇതുപോലത്തെ കണ്ടെയ്നർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് വേണം കവർ ചെയ്യാൻ, കാരണം ഇതിനകത്ത് വിറ്റാമിൻ സി ഉണ്ട്. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പൗണ്ടാണ്. അപ്പം ലോ ടെമ്പറേച്ചർ അതുപോലെ സൺലൈറ്റ് അല്ലെങ്കിൽ എയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോവും. ഇതിൻ്റെ കളറും മാറും, അതുപോലെ അതിൻ്റെ ഗുണങ്ങളും തീരുന്നതായിരിക്കും. അപ്പോൾ അത് കാരണം ഇത് എപ്പോഴും ഇതുപോലെ ഫോയിൽ പേപ്പറിൽ വെച്ച് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാൻ. ഈ ഉപയോഗം കഴിയുമ്പോഴത്തേക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യണം. പിന്നെ എപ്പോഴും ഫേസിൽ തേക്കുന്നതിൻ്റെ മുമ്പ് സ്കിന്നിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. അത് ഇതിന് മാത്രമല്ല, ഏത് കോസ്മെറ്റിക്സ് നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ പാച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വല്ല റാഷസോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ അതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇത് ഫേസിൽ പുരട്ടാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആലോവേര ജെൽ ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും നല്ലത് നിങ്ങൾ നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നതാണ്, കാരണം നൈറ്റിലാണ് ഇതിൻ്റെ എഫക്റ്റ് കൂടുതലും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ ഫേസിൽ ഇത് കൂടുതലും പെനിട്രേറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.